ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നെവിടെയാ ഇത്ര സുന്ദരിയായിട്ട് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ? ഫുൾ ക്രെഡിറ്റ് ഇതാ ഇവൾക്കാണ് കേട്ടോ. സുനിധിയാണ് ഫുൾ മേക്കപ്പ് ചെയ്തത്. ಅದೇ ಫ್ರೆಂಡ್ಸ್, ಏನಂದರೆ ಅಕ್ಕ 25 ಇಯರ್ಸ್ ಆದಮೇಲೆ ಅವ್ರ ಸ್ಕೂಲ್ಗೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ, ಸಿಲ್ವರ್ ಜುಬ್ಲಿ ರಿಯೂನಿಯನ್. ಸೊ ಅವ್ರದ್ದು ಸೆಲೆಬ್ರೇಷನ್ ಹೆಂಗೆಲ್ಲ ಇತ್ತು ಅಂತ ಈ ವಿಡಿಯೋದಲ್ಲಿ ನೋಡ್ಬೋದು. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ 25 വർഷങ്ങൾക്ക് ശേഷം ഇതാ എൻ്റെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതിലൂടെ ഈ വരാന്തയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വന്ന് മനസ്സിനെ പഴയ ക്ലാസ് റൂമിലേക്കൊന്ന് പോയി നോക്കട്ടെ. അന്ന് ഒരുപാട് ഓടിക്കളിച്ച, ടീച്ചേഴ്സിൻ്റെ അടുക്കൽ നിന്ന് വഴക്കൊക്കെ കിട്ടിയ അതാ സിജില അവിടെ നിൽക്കുന്നു. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ ക്ലാസ് 10th E ക്ലാസ്സിൽ. ആ ബെഞ്ചിൽ ഒന്ന് ഇരിക്കണമെന്ന് വല്ലാണ്ട് കൊതിച്ചു പോയി. അവിടെ ഒന്ന് ഇരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ അന്നെടുത്ത ഫോട്ടോ ആണിത്. നമ്മൾ ഇന്ന് ഇങ്ങനെയാണ് ഉള്ളത്. അന്നും ഇന്നും നമ്മൾ ഒരേപോലെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ಸೊ ಫ್ರೆಂಡ್ಸ್, ಇದು ಇವರು ಯೂನಿಯನ್ ಫೋಟೋಸು. ಸೊ ತುಂಬ ಎಕ್ಸೈಟ್ಮೆಂಟ್ ಆಗಿತ್ತು ಅಂತ ಹೇಳ್ತಾಯಿದ್ರು ಅಕ್ಕ. ತುಂಬ ಚೆನ್ನಾಗಿತ್ತು ಅಂತ ಅನ್ನಿಸುತ್ತೆ ನನಗೂ ಕೂಡ. ನೋಡಿ ಎಷ್ಟು ಸೆಲೆಬ್ರೇಟ್ ಮಾಡಿದ್ದಾರೆ ಇವರು ಅಂತ. ഇത് അന്നത്തെ ഹെഡ് മാഷായിരുന്നു രാധാകൃഷ്ണൻ മാഷ്, പാർവതി ടീച്ചർ, രത്നാബായി ടീച്ചർ. ഇതൊക്കെ ടീച്ചേഴ്സ്, അന്നത്തെ ടീച്ചേഴ്സാണ്, മാഷമ്മ. ഇത് നമ്മുടെ ക്ലാസ്, എൻ്റെ ക്ലാസ്സിലെ ആൾക്കാരാണിത് കേട്ടോ. അന്ന് കൂടെ പഠിച്ച് അവിടെ ചെറിയൊരു തിരുവാതിര പ്രോഗ്രാം ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി പഠിച്ചത്. ഇത് ശാരദ ടീച്ചറെ ഒരു ആദരിക്കൽ ചടങ്ങാണ് നമ്മളെ പഠിപ്പിച്ച. ഇപ്പൊ നമുക്ക് 40 വയസ്സായപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊക്കെ ചെറിയ പിള്ളേരാണ്. ഈ 40 വയസ്സൊക്കെ നമ്മൾ ട്രോളൊക്കെ കാണാറുണ്ട് അല്ലേ? അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്, അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ 40 വയസ്സൊക്കെ നിൽക്കുന്ന ആൾക്കാരോട് ഈ ലഹരിയെ പറ്റി പറയാൻ, അത് ഉപയോഗിക്കരുതെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ തൊട്ടടുത്താണ്, നമ്മുടെ വടകരയിൽ 6 യുവാക്കൾ ലഹരിക്കടിമപ്പെട്ട് അവിടെ മരിച്ചു വീണ വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ലഹരി ഒരാളുടെ ജീവിതത്തിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും 3 വഴികളിലൂടെയാണ്. ഒന്ന് നമ്മുടെ കൂട്ടുകാരുടെ സമ്മർദ്ദം വഴി, മറ്റൊന്ന് അതിനോടുള്ള ഒരു എന്താണ് അത് എന്ന് അറിയാം. 2 വയസ്സായ അമ്മാവനൊക്കെ ഈ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനിയൊരു മെഗാ അലുമിനി നടക്കുന്നുണ്ട്, അപ്പൊ അമ്മയും അമ്മാവനെയും എല്ലാം കൂട്ടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. ഇവിടുത്തെ സ്റ്റുഡൻസ് പണ്ട് നടന്നു വരുന്ന കാലഘട്ടത്തിൽ പിന്നെ എന്താ മീനാക്ഷി ടീച്ചറെ കൂടെ നടന്നു വരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിലെ അംഗങ്ങളായിരുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂത്തുപറമ്പ് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായി നമ്മുടെ സ്കൂളായിട്ട് മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം ഉണ്ട്. അങ്ങനെയുള്ള സ്കൂളിലേക്ക് നമ്മളെല്ലാവരും സജീവമായി പങ്കെടുക്കുമ്പോൾ ഇതാദ്യത്തെ ഡോക്ടർ സുമിത നായർ പ്രശസ്ത നർത്തകിയാണ്, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് PRNSS കോളേജ് മട്ടന്നൂരിലെ. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. 10ാം ക്ലാസ്സിൽ വേറെ വേറെ ക്ലാസ്സിലാണെങ്കിലും ഡിഗ്രിക്ക് നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇത് നമ്മുടെ ക്ലാസ്സിലെ തന്നെ വേറെ വേറെ ഡിവിഷനിലെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ഓരോ ഡിവിഷനിലെ ടീച്ചേഴ്സിനെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു.
കഴിച്ചതിന് ശേഷം നമ്മളെല്ലാം കുറച്ച് സമയം സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണ്. ഒരുപാട് സന്തോഷവും ഒരുപാട് സങ്കടവും ഉള്ള ഒരു ദിവസമായിരുന്നു. ഇനി എപ്പോഴാണ് ഇവരെയൊക്കെ കാണാമെന്ന് അറിയില്ലല്ലോ. സ്കിറ്റ് ഉണ്ടായിരുന്നു, പാട്ട് പാടുന്നവർ പാട്ട് പാടിയിരുന്നു, ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു. പലതും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മളെ ബാച്ച് സ്കൂളിന് വേണ്ടിയിട്ട് കൊടുത്ത വാട്ടർ ಪ್ಯೂರಿಫೈಯರ್ ಆಣಿದು. ಸೊ ಎಲ್ರಿಗೂ ಇಷ್ಟ ಆಗಿದೆ ಅಂತ ಅಂದ್ಕೊತೀನಿ ಈ ವಿಡಿಯೋ. ಅಕ್ಕ ತುಂಬ ಎಂಜಾಯ್ ಮಾಡಿದ್ದಾರೆ, ನನಗೂ ನೋಡಿ ತುಂಬ ಖುಷಿ ಆಯಿತು. ಎಲ್ರಿಗೂ ಥ್ಯಾಂಕ್ಸ್. ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಮತ್ತು ಲೈಕ್ ಮಾಡಿ, ಏನಾದರೂ ಇದ್ದರೆ ಕಮೆಂಟ್ ಮಾಡಿ ಆಯಿತಾ. ಬಾಯ್.